ഇത് ഞാനൊരു അലങ്കാരത്തിന് കൊണ്ട് നടക്കണതല്ല. ജില്ലയിൽ പാർട്ടി പിടിച്ചു നിർത്താൻ ഞാൻ നടത്തിയ ദുർനടപ്പിന് എനിക്ക് കിട്ടിയ സമ്മാന. ഉടുക്കണ വെള്ളയില് ചളിയും ചോരയും പുറല്ലാണ്ട് നോക്കണ നിങ്ങളുടെ ഒന്നും അഹിംസ കൊണ്ടല്ല, ജീവൻ പോലും നോക്കാണ്ട് നേർക്ക് നേരെ അടിച്ചു നിന്നിട്ടാ ഈ ഉദയഭാനു ജില്ലയിൽ പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയത്. കാശും കള്ളും കൊടുത്ത് ആളെ വിട്ട് ചെയ്യിച്ചിട്ടില്ല, ഒന്നും നേർക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഈ കൈകൊണ്ട് കേട്ട പേടിക്കണ പലതും. എന്റെ ഒരു കാല് പോയപ്പോ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞ ഒരു പലരും ഉണ്ട് ഇവിടെ. പക്ഷെ അത് എന്റെ തല പോകാഞ്ഞതിലുള്ള സങ്കടം കൊണ്ടായിരുന്നു എന്ന് പിന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു മതില് ബുക്ക് ചെയ്യാനോ പോസ്റ്റർ ഒട്ടിക്കാനോ, എന്തിന് റോട്ടുമൽ ഇറങ്ങി നിന്ന് 2 വാക്ക് സംസാരിക്കാനോ പോലും ഈ സഖാക്കൾ സമ്മതിക്കാതിരുന്ന ഒരു കാലത്തുനിന്നാണ് 2 ലക്ഷം പേരെ നിരത്തി നിർത്തി ജില്ലാ സമ്മേളനം നടത്താവുന്ന ഒരു ലെവലിലേക്ക് ഞാനിതെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത്. ഭാനു, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാ. വടക്കോട്ട്, അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, തൂര്യോനെ ചുമന്ന ചുമന്നോന് നാറുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നെ കൊണ്ട് ഈ രാമനുണ്ണിയെ ചൊമ്പിക്കാനുള്ള ബുദ്ധി ഈടെ ആരുടെ ആണെങ്കിലും പ്രസിഡന്റ്, ഞാൻ പറയാ അത് വെറുതെ. നമസ്കാരം സഖാവേ. അയ്യോ ക്ഷമിക്കണം, ശീലക്കേടിന്റെ പ്രശ്ന ഇനി ഉണ്ടാവില്ലേ സാർ, ഉറപ്പ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ തവണ വെറും 1400 വോട്ടിനാണ് ഞാൻ ഈ സഖാവ് രാമനുണ്ണിയോട് തോറ്റത്. ഇത്തവണ CDP ആരെ നിർത്തിയാലും മിനിമം 10,000 വോട്ടിനെങ്കിലും ഞാൻ ജയിക്കും എന്നുള്ളത് ഉറപ്പാ. ഭാനുവിന്റെ യോഗ്യതയല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ചർച്ച മാത്രമാണ്. പ്രസിഡന്റ്, ചർച്ച എന്ത് ഇമേജാന്ന് ഈ രാമനുണ്ണിക്ക് മണ്ഡലത്തിലുള്ളത്? വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വക്കീലാക്കി MLA ആക്കിയ പാർട്ടിയെ തന്നെ ചതിച്ചാളാ. ഓരോ തന്നെ അമ്മന്റെ ഭാഷയിൽ പറഞ്ഞാല് വർഗവഞ്ചകൻ. നിന്നാ പച്ച തൊടുവോ? പിന്നെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ തള്ളവരലുമ്മ കുത്തി നിന്ന് ഈ രാമനുണ്ണിക്കെതിരെ വർക്ക് ചെയ്ത പ്രവർത്തകരോട് ഇത്തവണ നിങ്ങൾ രാമനുണ്ണിക്ക് വേണ്ടി വർക്ക് ചെയ്തളാ, ഇതൊക്കെ രാഷ്ട്രീയല്ലടോ, എല്ലാം മറന്നുകളാന്നുള്ള ഒലക്കമ്മലത്തെ ന്യായം പറയാൻ നിങ്ങൾക്ക് പറ്റും, എനിക്ക് പറ്റൂല. നമ്മുടെ ഭാനു സാറിൻ്റെ സങ്കടം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ചമ്മലുണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കഞ്ഞിയിലാണ്ടിരിക്കുമ്പോൾ വന്നു കയറിയവന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചാൽ ആർക്കായാലും സങ്കടം ഉണ്ടാവും, അതിൽ തർക്കമില്ല. പക്ഷെ സാർ, ഞാൻ ബിരിയാണി ചോദിച്ചിട്ടുമില്ല, എനിക്കത് തരാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഒന്നുണ്ട്, എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതാണ്. ഞാനിവിടെ ഒരു അഭയാർത്ഥിയല്ല. സംസാരിക്കുമ്പോൾ ആ പരിഗണന എനിക്ക് കിട്ടണം. ഇനി ഞാൻ CDP ചതിച്ച കഥ. ഞാൻ പഠിച്ചത് ഒരു സർക്കാർ മലയാളം മീഡിയം സ്കൂളിലാണ്. എൻ്റെ അമ്മ ബീഡി തീർത്ത് കിട്ടിയ കാശിന്ന് പാർട്ടിയുടെ ലെവിയും അടച്ച് മിച്ചം വന്ന കാശ് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. വക്കീലായി എൻറോൾ ചെയ്യാൻ കോട്ടും കൗണൊക്കെ വാങ്ങിച്ചത് ബീഡി തൊഴിലാളി സഹകരണ സംഘത്തിൽ നിന്ന് എൻ്റെ അമ്മ ലോൺ എടുത്ത 10,000 രൂപ കൊണ്ടാ. പിന്നെ പാർട്ടി മത്സരിക്കാൻ സീറ്റ് തന്നത് അതെന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആണ്ടുതോറും സഖാവ് രാഘവൻ രക്തസാക്ഷി ദിനം കൊണ്ടാടുന്ന മണ്ണില് ആ രക്തസാക്ഷിയുടെ മകന് മറ്റാരേക്കാളും വിജയസാധ്യത ഉള്ളതുകൊണ്ടാണ്. മണ്ഡലത്തിലെ ആ വികാരമാണ് ഭാനു സാറിന് 1400 വോട്ടിനെ തോൽപ്പിച്ചതും എന്നെ ജയിപ്പിച്ചതും. എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഭാനു സാറിന് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാൽ ഭാനു സാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ അച്ഛൻ CDPയുടെ രക്തസാക്ഷിയായത് ഈ പാർട്ടിയിലെ ആളുകളുടെ കൈകൊണ്ടാണ്. എന്നിട്ടും ഈ പാർട്ടിയിലെ കതറിട്ടെന്ന് പ്രവർത്തിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്തത് ഇത് ഇന്നത്തെ രാഷ്ട്രീയമാണ്. അതിലൊരു തെറ്റൂല എന്നുള്ള എൻ്റെ വിശ്വാസമാണ്. ജയ് ഹിന്ദ്. മതി. ഉദയഭാനു തീരുമാനമൊന്നും എടുത്തില്ലല്ലോ. തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ നിങ്ങൾ മീറ്റിംഗ് തുടങ്ങിയത്. കൈയടിക്കാൻ കൂടുന്നില്ല എന്നേ ഉള്ളൂ. ശരി സാർ. ശരി. സാറ് കുഴപ്പമൊന്നും ഉണ്ടാക്കും.
സാർ ആ. പ്രകടനം അങ്ങനെ ഓ നന്നായിരുന്നു. തന്റെ കോച്ചിങ് ആയിരുന്നല്ലേ? സാർ ഒരു കാര്യം ഏൽപ്പിച്ചാ ഞാനത് വൃത്തിയായിട്ട് ചെയ്യണ്ടേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാവും തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി. ഈ പുറത്ത് പ്രസംഗിക്കുമ്പോഴും പാർട്ടി യോഗങ്ങളിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. മലയാളം മീഡിയം സ്കൂള്, തന്റെ അമ്മയുടെ വീട് തെറുപ്പ്. സാർ അത് കുറച്ചുകൂടെ സഭ്യമാക്കി പറയാമോ? കേട്ടിട്ട് തെറി പറയാണോ എന്നൊരു തോന്നുന്നു. ഓ അപ്പൊ തന്റെ അമ്മയുടെ ജോലിയായ ബീഡി തെറുപ്പ്, സഹകരണ സംഘത്തിന്റെ വായ്പ, ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ഇമോഷണൽ ആവാം, കണ്ണൊക്കെ നിറയണം. സാർ അത് ഞാൻ ഏറ്റു. ആ. പൊട്ടിക്കരഞ്ഞിരിക്കും. വെരി ഗുഡ്, നന്നായി. എന്തും നമുക്ക് ഓട്ടാക്കണം, എന്തും. നെഞ്ചത്തടിച്ച് കരയണം. വേണ്ട, നാട്ടുകാരെ ചിരിപ്പിക്കലല്ലോ നമ്മുടെ ഉദ്ദേശം. വാ, കുറെ കാര്യങ്ങളുണ്ട്, വാ. പോയി നോക്കാം. മാധവൻ സാറല്ലേ? അച്ഛാ, യു വൺ. കയറി വന്നോളൂ. നമസ്കാരം. ആ, ഞാൻ എനിക്കൊരു കുപ്പി വോഡ്കയും കൊണ്ടാ വന്നിരിക്കുന്നത്. അയ്യോ സോറി, അറിയില്ലായിരുന്നു. വാങ്ങിപ്പിക്കാം. ഏയ്, നിങ്ങളിപ്പോ വന്നതുകൊണ്ട് അച്ഛനൊരു കുപ്പി വോഡ്ക കിട്ടിയെന്നാ ഉദ്ദേശിച്ചത്. ഒരു ബെറ്റ്. കോളംനിസ്റ്റ് ആണല്ലോ, ആലങ്കാരികമായി പറഞ്ഞതാ. ഒരാഴ്ച മുമ്പാ താൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ. ഇന്ന് രാത്രി 8 മണിയായിരുന്നു ഡെഡ് ലൈൻ. അതിനു മുമ്പ് താൻ എത്തി. നോക്ക്. എനിക്കൊരു കുപ്പി വോഡ്ക നഷ്ടം. നോക്കുന്ന ഒരു കൈ ഏതാ? സിൽവർ. ആ അല്ല, സാർ എന്ന് മുതൽ തുടങ്ങി അതീന്ദ്രിയം പ്രാക്ടീസ് ചെയ്യാൻ? എടോ, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കൊല്ലം 18ആയി. അതിനുശേഷം പലരും പുറത്തായി. അവരൊക്കെ പുറത്തായി ഒരാഴ്ചക്കുള്ളിൽ എന്നെ വന്ന് കണ്ടിട്ടുമുണ്ട്. പോരെ അതീന്ദ്രിയത്തിൻ്റെ ഗുട്ടൻസ്. ആ പട്ടികയിൽ എന്നെ പെടുത്തണ്ട സാർ. ഒരേ തൂവൽ പക്ഷി എന്ന നിലയ്ക്ക് വന്നതല്ല. ഒരുപാട് വായനക്കാരുള്ള കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെ അല്ലേ സാർ? സഹായം തേടി വന്നതാ. എഴുതുമ്പോൾ തടുക്കാൻ പറ്റുന്ന അടി എനിക്ക് തരാവൂ. അടിയോ? എന്തായിരുന്നു ഈ പുറത്താക്കാൻ മാത്രമുള്ള ഇഷ്യൂ? ആശയപരം? അല്ല, കായികപരം. എന്ത് പാർട്ടി നയമായാലും ആ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് സബ്ജക്ട് കമ്മിറ്റി മീറ്റിംഗിൽ ഞാൻ കൈവക്കാതിരുന്നത്. പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്, അതിനുവേണ്ടി കൈവക്കാനാണ് നിന്നെ അങ്ങോട്ട് വിട്ടത്. നിന്റെ തെറ്റിന് ശരിക്കും ഒപ്പം നീ നിന്റെ വീട്ടിൽ കയറി കൈവക്കാൻ മതി. ഈ ജില്ലയിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വണ്ടി ഇടിച്ച് മരിക്കുന്ന പോലെയാ. നോക്കിയും കണ്ടും നടന്നില്ല പറ്റുന്ന ഒരു അപകടം. അതിന് പാർട്ടി കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ഉണ്ട്. വായനശാലയ്ക്കോ സമ്മേളന പന്തലിനൊക്കെ രക്തസാക്ഷിന്റെ പേരിടും. നിനക്ക് കിട്ടിയ കോമ്പൻസേഷൻ ഒരുപാട് വലുതാ, അസംബ്ലി സീറ്റ്. അതുകൊണ്ട് കൂടുതൽ സിദ്ധാന്തം ഒന്നും ഇങ്ങോട്ട് സപ്ലൈ ചെയ്യണ്ട. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം ഇരുട്ടത്താരുടെയോ കത്തിക്ക് തീർന്നുകൊണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. പാർട്ടിയിൽ ഇപ്പൊ റേഷനാ. ഒരു വീട്ടിൽ നിന്ന് ഒരു രക്തസാക്ഷി മതി. അത് കലക്കി. ഇതിപ്പോ ചവിട്ടാനും മാത്രമൊക്കെ ഉണ്ടോ? ഒരു നിമിഷം കയ്യിൽ നിന്ന് പോയി.